जाने दीजिए। माफी का प्रयोग कोई नहीं करेंगे। റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന എയർ ആംബുലൻസ് തകർന്നു വീണ വൻ ദുരന്തം. ജാർഖണ്ഡിലെ ചത്ര ജില്ലയിലുണ്ടായ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 7 പേരും കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. റെഡ് ബേർഡ് എയർവേസ് പ്രവർത്തിപ്പിച്ചിരുന്ന ബീച്ച് ക്രാഫ്റ്റ് C-19 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വൈകുന്നേരം 7:11 റാഞ്ചി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം നിയന്ത്രണം വിട്ട് ചത്രയിലെ സിമരിയ മേഖലയിലുള്ള വനപ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു. മോശം കാലാവസ്ഥയും ഇടിമിന്നലുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 2 പൈലറ്റുമാർ, ചികിത്സയ്ക്കായി കൊണ്ടുപോയ രോഗി, സഹായികളായ 2 ബന്ധുക്കൾ, ഒരു ഡോക്ടർ, ഒരു പാരാമെഡിക് എന്നിവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ലാത്തേഹാർ സ്വദേശിയായ സഞ്ജയ് കുമാർ എന്ന രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ക്യാപ്റ്റൻ വിവേക് വികാസ് ഭഗത്, ക്യാപ്റ്റൻ സവരാജ് ദീപ് സിംഗ്, ഡോക്ടർ വികാസ് കുമാർ ഗുപ്ത, സച്ചിൻ കുമാർ മിശ്ര, അർച്ചന ദേവി, ദുരുകുമാർ എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ. പറന്നുയർന്ന് ഏകദേശം 20 മിനിറ്റിന് ശേഷം വിമാനവുമായുള്ള ബന്ധം എയർ ട്രാഫിക് കൺട്രോളിന് നഷ്ടമായിരുന്നു. പിന്നീട് സിമിരിയയിലെ ബാരിയട്ടു പഞ്ചായത്തിലെ വനമേഖലയിൽ വിമാനം തകർന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കനത്ത ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. ദുർഘടമായ വനമേഖലയായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് സംഭവസ്ഥലത്തെത്തുവാൻ വെല്ലുവിളികൾ നേരിട്ടു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഘം സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തും.